ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മമായ തെയ്യം. പഴയങ്ങാടിപ്പുഴക്ക് വടക്കോട്ടും കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളവട്ടണം വരെ തെയ്യം എന്നും അല്പ വ്യത്യാസങ്ങളോടെ തെയ്യം അറിയപ്പെടുന്നു. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ വടകര, കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിറ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നൃത്തം തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു. ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണും. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഏതാണ്ട് 500ഓളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണമായി ഉള്ളത്. തെയ്യമാചാരങ്ങൾ തീയർ, മലയർ, വണ്ണാൻ മുതലായ വിവിധ ജാതിക്കാർ നടത്തുന്നു. തീയർ കുലം കലശം സമർപ്പണത്തിനായുള്ള ഉത്തരവാദിത്തം വഹിക്കുന്നു. മലയർ, വണ്ണാൻ സമുദായങ്ങൾ തെയ്യത്തിൻ്റെ അവതരണത്തിലും ചടങ്ങുകൾക്കുമാണ് ഉത്തരവാദികൾ. തെയ്യം അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ തീയർ സമുദായത്തിന് പാരമ്പര്യമായി അധികാരമുണ്ട്. ബ്രാഹ്മണർക്കായി സേവനത്തിനു കയറിയ ജാതികൾ തങ്ങളുടെ കുലവും കുലാചാരവും ഉപേക്ഷിച്ചതിനാൽ തെയ്യത്തിൽ ഇവർക്ക് പാരമ്പര്യമായി പങ്കില്ല. ഈ ജാതികളുടെ സ്ത്രീകൾക്ക് തെയ്യത്തിൻ്റെ ദേവസ്ഥാനത്തിൽ മുഖ്യ പ്രവേശനം അനുമതിയില്ല. പകരം അവർ പിൻവശം വഴി പ്രവേശിക്കുന്നു. വൃക്ഷാരാധന, പർവ്വതാരാധന, അമ്മ ദൈവാരാധന, പ്രേതാരാധന, ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധന രീതികളുടെ സമന്വയമാണ് തെയ്യം. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ് പറയപ്പെടുന്നത്. തമിഴിൽ തെയ്വം എന്ന രൂപമാണ് ദശാബ്ദത്തിന് സമാനമായി കണക്കാക്കപ്പെടുന്നത്. തെയ്യത്തിന് ആട്ടമാണ് തെയ്യാട്ടം. അത് തെയ്യത്തിൻ്റെ ആട്ടമോ തീ കൊണ്ടുള്ള ആട്ടമോ ആകാമെന്ന് ചെലനാട് അച്യുതമേനോൻ പറയുന്നു. പ്രാചീന കാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു തെയ്യങ്ങൾ. ആചാരാനുഷ്ഠാനം, ആരാധന എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടായവയാണ് അവയിൽ ഭൂരിഭാഗവും. സമൂഹത്തിൻ്റെ ഐക്യത്തെ ദൃഢമാക്കാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സമൂഹ വികാരത്തെ ദൃഢപ്പെടുത്താനും നാടൻ കലകൾക്ക് കഴിഞ്ഞു. പല നാടൻ കലകളും അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതന്റെ ആത്മപ്രകാശത്തിനുള്ള ഉപാധികളായി മാറ്റപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിൻ്റെ തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും തീയർ, നമ്പ്യാർ, നായർ, വാണിയർ തുടങ്ങി വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. വൈദികേതരായ അനുഷ്ഠാനാചാര്യകളുടെ ദൈവപ്രീതിക്ക് വേണ്ടി അധസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റുപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ ആടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കുറങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ ലാസ്യ താണ്ഡവ നൃത്താദികളും
സമ്മോഹനമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന രൂപത്തിൻ്റെയും ചാതുര്യവർണ്ണത്തിൻ്റെയും അപൂർവമായ ഒരു കലാരൂപമായി കണക്കാക്കപ്പെടുന്നു. വർഷങ്ങൾ നീളുന്ന പരിശീലനത്തോടെ മാത്രമേ ഒരാൾക്ക് നല്ല ഒരു തെയ്യം കലാകാരനാകാൻ കഴിയുകയുള്ളൂ. തെയ്യത്തെ തോറ്റിച്ച് അഥവാ ഉണർത്തിച്ച് പാടുന്ന പാട്ടാണ് തോറ്റം പാട്ട്. പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് തോറ്റം പാട്ടുകൾ. തോറ്റം പാടുന്ന ഇളംകോലത്തിനും തോറ്റം എന്ന് പറയും. ചില തെയ്യങ്ങൾ തലേന്നാൾ വെള്ളാട്ടമാണ് കെട്ടിയാടുന്നത്. നൃത്തമാടുന്ന ദേവതകൾ, ക്ഷേത്രം, വിഗ്രഹം, വിളക്ക് എന്നിവയിൽ ദൈവികതയെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾക്ക് തങ്ങളുടേതായ ദൃഷ്ടികോണുകളിൽ രൂപവും ഭാവവും നൽകി അതിന് അനുയോജ്യമായ അനുഷ്ഠാന പിൻബലം നൽകി തെയ്യം എന്ന ഇങ്ങനെയൊരു ഉപാസന രീതിയെ മാനവരാശിക്ക് സമ്മാനിച്ച നമ്മുടെ പിതാമഹന്മാരുടെ ആവിഷ്കാരബോധത്തെ നാം അത്ഭുതത്തോടെ അസൂയയോടെയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ തെയ്യാരൂപങ്ങളെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മഞ്ജുളമായൊരു മുഖശ്രീയോടെ, വർണ്ണമനോഹരമാം മെയ്യലങ്കാരത്തോടെ, മൂർധാവിങ്കൽ മുടിയണിഞ്ഞ് തറവാട് മുറ്റത്ത് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായിരുന്നു നമ്മുടെ ദേവീദേവന്മാരെന്ന് ഏവരും ചിന്തിച്ചു പോകും. ഭാരതീയ നാഗരികതയുടെ വളർച്ച എന്ന പുസ്തകത്തിൽ ബ്രിഡ്ജും റേമണ്ട് അൽച്ചിമനും പറയുന്നത് നവീന ശിലായുഗത്തിലെയും ചെമ്പുയുഗത്തിലെയും സംസ്കാരങ്ങളുടെ സമന്വയത്തെ തന്നെ ഉണ്ടായി വന്ന സംസ്കാരത്തിൽ നിന്ന് കാര്യമായ ഒരു വ്യത്യാസവും ഇന്ന് ഇവിടെ ആചാരങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ്. തികച്ചും ദ്രാവിഡമാണ് തെയ്യം എന്നതും അത് ആര്യന്മാരായ ബ്രാഹ്മണർക്ക് മുന്നേ നിലനിന്നിരുന്ന ഒരു ആചാരം കൂടിയാണ് എന്നതിന് തെളിവാണ് ഈ പുസ്തകങ്ങൾ. എങ്കിലും ഈ ആചാരം ബ്രാഹ്മണരുടെ കയ്യിൽ അകപ്പെട്ടു പോയില്ല. മറ്റ് കലകൾ എന്ന പോലെ ഇതിനും ചര്യകൾ ആവശ്യമാണ് എന്നതിനാലാവാം ഇത് മാത്രവുമല്ല ഒരു പ്രത്യേക വർഗക്കാരാണ് തെയ്യം അണിഞ്ഞിരുന്നത്. ഉത്തര മലബാറിന്റെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാപ്പത്തിന് കോളഞ്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തെയ്യത്തിന്റെ വരവോടുകൂടിയാണ്. തെയ്യക്കാലം ഇവിടെ ആരംഭിക്കുന്നു.